ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരുദയാണ്. നമുക്ക് ഓണമായിട്ട് കുറച്ച് കളിയടക്ക ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, വറുത്തിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ പത്തിരിപ്പൊടി ഈ പാത്രത്തിന് ഒരു പാത്രം ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരപ്പാത്രം കൂടി, 1.5 പാത്രം നമുക്ക് കുറച്ച് മതി. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരച്ചിട്ട് ചേർക്കാനുള്ളത് കുറച്ച് നാളികേരവും ചെറിയ ഉള്ളി, ഒന്ന് അടുത്ത് വന്ന് കാണിച്ച്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം കേട്ടോ. ഇത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ലോണം മഷി പോലെ അരയണ്ട, ഒന്ന് ഒതുക്കി എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എള്ള് ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ച് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് വറുത്തെടുക്കാത്ത അതാണ് പരിപാടി കേട്ടോ. ഇത് ഞാൻ ഒതുക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതാട്ടോ അത് ചതച്ച് കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ ജീരകവും വെളുത്തുള്ളിയും ചുവന്ന ഉള്ളി ഇട്ട്, ചുവന്ന ഉള്ളി പറഞ്ഞാൽ ചെറിയ ഉള്ളി കേട്ടോ. അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കേട്ടോ. ഈ എള്ളതാ ഞാനിവിടെ കഴുകി വെച്ചിരിക്കുന്ന എള്ളു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഈ ഇട്ട നാളികേരവും ഇതൊക്കെ തമ്മിലൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ വേണ്ടത്, അത് ഓർമ്മ വേണം. നമ്മൾ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ തിളച്ച വെള്ളത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ കുഴച്ചതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുഴച്ചിട്ട് ഈ പരുവത്തിനാണ് കേട്ടോ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾ കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ അവനവൻ്റെ ആവശ്യത്തിനുള്ളൊരു വലിപ്പത്തിലെടുക്കണം. ഒരടക്കയുടെ വലിപ്പം ഉള്ളിലെ അതാണ് നമ്മൾ കളിയടയ്ക്കാന്ന് ഇതിൻ്റെ പേര് തന്നെ. അതാണ് ചീടാന്ന് പറയും ചില സ്ഥലത്ത്. പിന്നെ വേറെ പാത്രങ്ങളൊന്നും എടുക്കേണ്ടതാണ്, ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ബോളാക്കി ഇട്ടാൽ മതി. നമ്മൾ പാചകം ചെയ്യുമ്പോഴൊക്കെ പരമാവധി കുറച്ച് പാത്രം ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് വരും. പിന്നെ പാത്രം കഴുകലൊക്കെ ഒരു പണിയല്ലേ. അപ്പോൾ കുറേശ്ശെ ഉപയോഗിക്കുക. അതായത് ഇങ്ങനെ ബോള് ഉരുട്ടി ഉരുട്ടി ഇവിടെ എടുത്ത് വയ്ക്കുക. എൻ്റെ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ട് അത് ചൂടാവുന്ന നേരം കൊണ്ട് നമ്മളിതിങ്ങനെ എടുത്ത് ശരിയാക്കി എടുത്താൽ മതി, എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ച് വെച്ച് ഇനി അതൊന്ന് ഇരുന്ന് ചൂടാവട്ടെ. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം തിളച്ച് വരണം. ഒന്നിങ്ങനെ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ അടിയിൽ നിന്നൊരു ചെറിയ പത ഇങ്ങനെ വരുമല്ലോ, മേളിലേക്ക് കൊമ്പള വരുമ്പോൾ നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്ത് നോക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം തീയിൽ വെക്കണേ. പെട്ടെന്ന് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. നമ്മൾ തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് മൂത്ത് കിട്ടൂല, പുറം കരിഞ്ഞു പോവുകയും അകം വേവാണ്ടിരിക്കുകയും ചെയ്യും. നമ്മളൊരു ട്രിപ്പ് കോരിയിട്ടുണ്ട്, അടുത്തത് ഇട്ട് കൊടുക്കുക. ഇത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇത്രയും പണിയുണ്ടോ, ഒരു പണിയില്ല കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒറ്റ നാഴിപ്പൊടിയൊക്കെ മതി. ചെറിയ ആളുകളിലൊക്കെ ഉള്ള വീട്ടിലേ കുട്ടികളിങ്ങനെ കുറച്ചുകൊണ്ട് കടന്നോളും. ഓണമാകുമ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ ഒരു രസമാണല്ലോ. ഇന്നിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സ്കൂൾ പൂട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മക്കളിങ്ങനെ കളിക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് ഓണം വന്നൊരു അറിയിപ്പും ആകും. ഇത് നമ്മൾ കോരാനായിട്ടുണ്ട്. എല്ലാവരും ഓരോരോ പാകം നോക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കടിച്ച് പൊട്ടിച്ച് നോക്കുക. തീരെ ഉണ്ടാക്കി പരിചയമില്ലാത്തവരൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ കോരിയ ബാക്കി ഇത് അവിടെ ഇരുന്നിട്ട് മൂക്കൂട്ടോ. എൻ്റെ ഒരു ട്രിപ്പ് ഞാൻ എടുത്തു. അപ്പോൾ അത് നിങ്ങളോട് വിവരം പറയുന്ന സമയത്ത് മൈക്ക് ഓണല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കോരുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സെയിം കാര്യം പറയുകയാണ്. ഇത് നമ്മളിങ്ങനെ കോരി അവിടെ എടുത്ത് വയ്ക്കുക. എണ്ണയൊക്കെ ഇങ്ങനെ ആ ചട്ടി കിടന്നിട്ട് വാർന്ന് വെക്കോളും. ഈ ചൂടിലങ്ങോട്ട് ഊറ്റി വയ്ക്കുമ്പോൾ
അതിൻ്റെ ഉള്ളൊന്നും കൂടെ അവിടെ കിടന്ന് മൂത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞല്ലോ, വെക്കേഷൻ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കുക. പിള്ളേർ സ്കൂൾ അടച്ചിട്ടൊക്കെ ഇരുന്ന് കഴിക്കുക, കുറച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ ഈ മെമ്മറി വന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ടാണ് എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്. ഓരോ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ തുടർന്ന് അടുത്ത കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ വെളിച്ചെണ്ണ ചൂടായാൽ തന്നെ തുടർന്ന് ഉണ്ടാക്കണം. ഓരോ വീഡിയോസായിട്ട് എനിക്ക് വരും കേട്ടോ. ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല, ഭയങ്കര ലെങ്തായി പോവും. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.